തന്നോട് ഞാൻ ചായയല്ലേ ചോദിച്ചു, ചാരായൊന്നും അല്ലല്ലോ ഇത്ര സമയം എടുക്കാൻ. അതെ, എനിക്ക് 2 കൈയേ ഉള്ളൂ. ഇതൊന്ന് ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. എന്താ ഉള്ള കഴിക്കാൻ? നിനക്കെന്താ വേണ്ടേ? 2 പൊറോട്ടയും മുട്ടക്കറി എടുത്തോ. പൊറോട്ടയും കറിയൊന്നും ആയിട്ടില്ല. എന്നാ തൽക്കാലം ഇത് കഴിക്കേ. ഇയാളെന്താ ചായക്കട വല്ലതും വിലക്ക് വാങ്ങാൻ വന്നോളൂ. ജോർജ് കുട്ടിയേ, എന്നാടി ഇന്ന് 2 ആള് കൂടുതലുണ്ട്. ഓ 18 എന്നുള്ളത് 20 ആക്കിക്കോ. ഓ നിനക്ക് 18, 20, 25 തരാടി. എല്ലാം നമുക്ക് ശരിയാക്കാൻ. നടത്തിയേ നിങ്ങളുടെ ഈ തൊഴിലിരിപ്പൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ അല്ലേ? തൊഴിലിരിപ്പോ താൻ കണ്ടോടാ ഞങ്ങൾ ഇരിക്കുന്നതാ. എന്നെ കൊണ്ടൊന്ന് പറയിക്കേട്ടോ. ജോർജേട്ടോ, ഒരു ചായ എടുക്കാവോ? ഓ വോട്ടർ പട്ടികയൊക്കെ പുതുക്കിയായിരുന്നോ? ഇല്ലല്ലോ മെമ്പറെ. എന്നാ ലാസ്റ്റ് ഡേറ്റ്? ഈ വരുന്ന ബുധനാഴ്ചയാ. ചേട്ടനത് ചെയ്യണം കേട്ടോ. ഓ മെമ്പർ ഓർമ്മപ്പെടുത്തിയത് നന്നായി. ആ എന്താ ദിവാര, കണ്ടിട്ട് പറയാലോ. ഈ ചാരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടേ നല്ല തിരക്കിലായിരുന്നു ജോർജ് ചേട്ടാ. ആ എനിക്കൊരു ചായ എടുത്തോട്ടാ. വിത്തൗട്ടല്ലേ? ആ മെമ്പറെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ ഒന്നും പറയാനില്ല, ഇങ്ങനെ പോണു. ഓ വോട്ടർ പട്ടിക പുതുക്കണ തിരക്കിലായിരിക്കും അല്ലേ? ആ ഞാൻ തന്നെ എല്ലാത്തിനും പോണ്ടേ. ഇലക്ഷന് ഞാനൊന്ന് മത്സരിക്കണം. അച്ഛന്റെ കാര്യം എങ്ങനെ? എന്തേലും തീരുമാനമായോ? ഒന്നും പറയാതിരിക്കുക ഭേദം. അച്ഛന് വേണ്ടി പൈസ ചെലവാക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ ഈ ചാരിറ്റി ഒക്കെ നിറയുണ്ട്. എന്നാലും നമുക്ക് ആലോചിക്കാം എന്തേലും ഒരു വഴിയുണ്ടോന്ന്. ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല ദിവാകര. ശരി എന്നാലെന്നാ ആയിക്കോട്ടെ. നിങ്ങളെല്ലാവരും വോട്ടർ പട്ടിക പുതുക്കിയായിരുന്നോ? മെമ്പറെ, ഞാൻ നാട്ടിലില്ലെന്ന് അറിയാവല്ലോ. ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യം ഒന്ന് പെട്ടെന്ന് ചെയ്തു തരാവോ? ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. സാർ എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി. ശരി എന്നാ ദിവാര, ഞാൻ ഇറങ്ങുവാണ്. കാണാം. ആ 2 കേസ് വെച്ച് മതിയേക്കോട്ടാ. ജോർജ് ചേട്ടാ, ഞാൻ നാട്ടിൽ പോവുകയാണ്. നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല. പകരം വേറൊരു പയ്യനാ വരും. ബാലൻസ് അവൻ്റെ കൊടുത്തേക്കും. ആ ശരി. ഓക്കെ ശരി. എന്താണ് മനസാക്ഷിയില്ലാതെ? എന്താ ഇയാൾ കാണിച്ചത്? എന്താ ജോർജ് ചേട്ടാ, ഒരു മനുഷ്യന്റെ അല്ലേത്? ചൂടുവെള്ളം കുടിച്ച പൊള്ളിപ്പോവില്ലേ? ദിവാകര, നിനക്കറിയാഞ്ഞിട്ടാണ്. എന്തേലും കൊടുത്താലേ പിന്നെ തല്ലി കളഞ്ഞ പോവില്ലേ അവിടുന്ന്. നിനക്കറിയാതെ? നിങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെ ഉണ്ടാക്കി എന്നൊന്നും എനിക്കറിയണ്ട. പറഞ്ഞ പണം തന്നില്ലെങ്കിൽ നമ്മൾ 3 പേരും കൂടെ അല്ലേ ഈ ഒരു കാര്യത്തിന് പുറപ്പെട്ടത്. എന്നിട്ടിപ്പോൾ എന്തിനാ ഞങ്ങളുടെ 2 പേരുടെ നേരെ കുതിര കയറുന്നത്? ഈ ബംഗാളി വരുന്ന ഉറപ്പാണോ? പണം അപ്പം തന്നെ കൊടുക്കണോ? നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ കച്ചവടമാണിത്.
ഈ MDMA എന്ന് വെച്ചാൽ അത്ര നിസ്സാരമൊന്നുമല്ല. ഇന്നതിന് ആവശ്യക്കാർ ഏറെയാണ്. ഈ പിള്ളേരൊക്കെ അതിന്റെ പുറകെ, അതുകൊണ്ട് അതിന് ഭയങ്കര ഡിമാൻഡാ. തന്റെ കാമുകി വലിയ വീട്ടിലെ പെണ്ണാണല്ലോ, അവളോട് പോയി ചോദിക്കടാ. ഞാനത് നേരത്തെ തീരുമാനിച്ച ഒന്ന് മുട്ടി നോക്കാം. ഞാനും എൻ്റെ മരുമോനോട് വല്ല കച്ചവടം ചെയ്യാനാണെന്നും പറഞ്ഞ് പൈസ ചോദിച്ച് നോക്കാം. അറ്റ കൈക്ക് എൻ്റെ കയ്യിലൊരു പോംവഴിയുണ്ട്. നീ എന്ത് ചെയ്യണേ? ആ ഭ്രാന്തന് ചോർന്നും കൊടുക്കണ്ട. കൊടുക്കടാ, കൊടുക്ക്, തീറ്റി പോറ്റടാ. എവിടെയോ കിടന്ന ഒരു ഭ്രാന്തനെ തീറ്റി പോറ്റിട്ട് നിനക്കൊക്കെ എന്താണ് ഗുണം? പോടാ, പോയി സ്കൂളിൽ പോടാ. വാ നമുക്ക് പോവാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാര് തോമസോ? ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കണ്ടിട്ട് കുറച്ച് നാളായാലോ. ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? ജോലി തിരക്ക് കാരണം പലപ്പോഴും നാട്ടിലുണ്ടാവാറില്ലെന്നേ ഉള്ളൂ. പിന്നെ അച്ഛന് സുഖം തന്നെയാണല്ലോ. ആ, സുഖം തന്നെ. ഇതെന്താ? ഇതൊരു സമ്മാനം. ആയിക്കോട്ടെ. എന്ത് ജോലി തിരക്കാണെങ്കിലും കുടുംബത്തിൽ വരാനും അവളെ സംരക്ഷിക്കാനും മറക്കരുത്. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് മറക്കണ്ട. അതൊരിക്കലും ഉണ്ടാകില്ല ഫാദർ. അവൾ എന്നെ വിശ്വസിച്ചിറങ്ങി വന്നവളാണ്. ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ഞാൻ എത്താറുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നത്. അതൊക്കെയല്ലേ അച്ഛോ ഒരു സന്തോഷം. പിന്നെ അല്ലാതെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛോ. ശരി. കഴിവരുടെ മോളെ, ആരാടി ദീപു? എന്താടി നിനക്കും അവനുമായിട്ടുള്ള ബന്ധം? നീ അങ്ങോട്ട് മാറിക്കേ. കുടുംബത്തിന്റെ മാനം കളയാനുള്ള ഒരു സന്തതി. സത്യം പറയടി, എത്ര നാളായി നിനക്കും അവനോട്ടുള്ള ബന്ധം? ദീപുവിന്റെ ഫ്രണ്ടാണ്. എന്ത് ഫ്രണ്ട്? സ്നേഹിക്കാൻ കണ്ടൊരു സാധനം. നിനക്കവനെ അറിയുവോ? കുറച്ച് നാളായിട്ട് എനിക്ക് അവനെ അറിയാം. അവനെന്താ കുഴപ്പം? അവന്റെ കുഴപ്പം എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഒരു ഡ്രഗ് മാഫിയയുടെ കണ്ണിയാണ് അവൻ. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? മമ്മി, ഞാനും അവന് സ്നേഹത്തിലാ. നീ അവനെ എന്നേക്കുമായി മറന്നേ. നിങ്ങൾ അവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവനെ മറക്കാൻ കഴിയില്ല. മമ്മി, അവൻ പാവാ. അവൻ പാവമായിട്ടാണോ ഡാഡി അവനെ കുറിച്ച് ഈ പറയുന്നതൊക്കെ? അതൊന്നും എനിക്ക് അറിയില്ല മമ്മി. ഞാൻ അവൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്താണ് ഇവിടെ ബഹളം? ഓടാ ഭ്രാന്താ, ഓടാ. ഇനി വന്നേ. നിന്നെ തന്നെയാ. ഇങ്ങ് വാ, നിങ്ങൾ പൊക്കോടാ. മോനാ, നീ ആ സുമാരേട്ടൻ്റെ മോനല്ലേ? നീ സ്പോർട്സിനൊക്കെ ഭയങ്കര മിടുക്കണമല്ലോ. സ്പോർട്സിനൊക്കെ പോകുന്നവർക്ക് ഇത്ര ആരോഗ്യം പോരാ, പവർ കുറച്ചുകൂടെ വേണം. ഞാനൊരു സാധനം തരാം. അതിന് പറ്റിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. നീ ഇതൊന്ന് വലിച്ചു നോക്കുമോ? ഇതൊരു അപാര സാധനമാണ്. നീ അവിടെ നിൽക്കും, നീ പോകരുത്. ഇതൊന്ന് വലിച്ചു നോക്ക്. നീ എനിക്കൊന്നും വേണ്ടത്. ഇടാ, ഒന്ന് വലിച്ചു നോക്കടാ. ഇടാ, കൈവിട്. എനിക്കൊന്നും വേണ്ടത്. വലിച്ചു നോക്കിയത്. ഇവിടെ നല്ല സാധനം. ഇടാ, പോകരുത്. ഇടാ. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ അടിപൊളിയാട്ടോ. ആണോ ദീപു? താങ്ക് യു.
ആയിക്കോട്ടെ. പിന്നെ നീ ഇല്ലാത്ത സമയമൊക്കെ എന്തൊരു ബോറാ. നിന്നെ കാണാതിരിക്കാൻ വയ്യ. എനിക്കും അങ്ങനെ തന്നെയാ. നീ എത്രയും പെട്ടെന്ന് ജോലിയുടെ കാര്യമൊക്കെ നോക്കണം. വീട്ടിലാകെ പ്രശ്നമാണ്. സോന, ഞാനും അതിന് തിരക്കി തന്നെയായിരുന്നു. ഒരു ബിസിനസ് ശരിയായിട്ടുണ്ട്. പക്ഷേ ഒരു 10 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. 10 ലക്ഷോ? അതിപ്പോ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? ആ ബിസിനസ് ഒന്നും വേണ്ട. നീ ഇങ്ങനെ പറയരുത് സോന, പ്ലീസ്. നീ വിചാരിച്ചാൽ നടക്കും. പ്ലീസ് സോന, പ്ലീസ്. നിന്റെ കഴുത്തിലുള്ള നെക്ലേസ് ഒന്ന് തരുമോ? എന്നെ കൊണ്ടൊന്നും നടക്കില്ല സോന, പ്ലീസ്. നടക്കില്ല, നടക്കില്ല. സോന, അതൊന്നും നടക്കില്ല. സോന, സോന, അതൊന്നും നടക്കില്ല. എന്നെ കൈവിട് ദീപു. വിട്. ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് ജീവിക്കണ്ടേ? ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. സോന, പ്ലീസ്. നിന്നോടല്ലേ പറഞ്ഞു മര്യാദക്ക്. എടാ ഓടി വാടാ. എടാ അവൻ കൊച്ചിന്റെ കയ്യെ പിടിച്ചേക്കുവാടാ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങോട്ട് മാറ്റി ഇങ്ങനെ നല്ല ചതക്കണമായിരുന്നോ? നിങ്ങൾക്ക് മനുഷ്യത്വം. കാണിക്കുന്നേ ഇയാൾ ആരാണ്? കുറെ കാലം ഇവിടെ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട്. ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇയാളെ എനിക്കറിയാം. ഇയാളെന്റെ നാട്ടുകാരനാണ്. ഇയാളെ ഈ അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ കരുതിയില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. എന്റെ നാട്ടിലെ അറിയപ്പെടുന്ന ആളാണ് ഇയാൾ. എന്റെ അയൽവാസിയും കൂടിയാണേ. വാസുദേവ ആചാര്യൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരുമില്ല. ധാരാളം സ്വത്തുക്കളുടെ ഇയാൾക്ക് വളരെ വൈകിയാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. അതിനെ നിലത്തും നിറകയിലും വെക്കാതെ ഓമനിച്ച് വളർത്തി. ഒരു അസുഖം ബാധിച്ച ഭാര്യയും മരിച്ചു. മാനസികമായി തളർന്ന ഇയാൾക്ക് ഏക ആശ്രയം ആ കുഞ്ഞായിരുന്നു. ഒരു ദിവസം സംഭവത്തിന് ശേഷം ഭ്രാന്തനായി മാറിയ വാസുവേട്ടന്റെ സ്വത്തുവകകൾ മറ്റും ബന്ധുക്കൾ കൈക്കലാക്കി. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഈ പാവത്തിന് നോക്കാനും ആളില്ലാതെയായി. വാസുവേട്ട, എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? നിങ്ങളുടെ അയൽവാസി സുരേഷാണ് ഞാൻ. എന്താ വാസുവേട്ട? എന്തോരം സഹായിച്ചിട്ടല്ലോ എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി. നിങ്ങൾ ഈ അവസ്ഥയിൽ കാണുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇയാളെ ഞാൻ കൊണ്ടുപോകും. എന്റെ വാസുവേട്ടനെ ഞാൻ കൊണ്ടുപോകും. എന്റെ പാസ്വേഡ് ഞാൻ കൊണ്ടുപോകും. എന്റെ പാസ്വേഡ് ഞാൻ കൊണ്ടുപോകും. എന്റെ പാസ്വേഡ് എടാ പൗലോസേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഞാനിന്ന് കടയിലോട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ലോഡ് വന്നായിരുന്നോ? എന്നാ അത് ഇറക്കിക്കോ.
എന്നാൽ സ്റ്റോക്കും കൂടെ ഒന്ന് നോക്കാൻ പറയണേ. ആ സ്റ്റാഫിനെ എല്ലാം കൂടെ വിളിച്ചിട്ടേ സ്റ്റോക്കും കൂടെ ഒന്ന് നോക്കാൻ പറ. ഞാനേ കുറച്ച് കഴിയും. അതുപോലെ നമ്മുടെ മെമ്പറില്ലേ, കഴിഞ്ഞ ദിവസം വന്നില്ലായിരുന്നോ? മെമ്പറിൻ്റെ ഫാദർ സുഖമില്ലാതിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കവറിനകത്ത് പെട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ദിവാകരൻ വരുവാണെങ്കിലേ കൊടുത്തേക്കണം കേട്ടോ. പെരുന്നാളിന് സംഭാവന നൽകുന്ന എല്ലാവരുടെയും പേര് സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ പള്ളിയിൽ നീ നാട്ടിലൊക്കെ തന്നെ എന്നാ പറയാനാ, ജോലി തിരക്കാരന് എപ്പോഴും എല്ലാ ദിവസവും ഒന്നും വരാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീട്ടിൽ വരാൻ പറ്റൂ. ഓ, നിന്റെ കാര്യം ശ്രീമതിക്കുള്ളതായിരിക്കും. ഐറ്റംസ് ഉണ്ടല്ലേ. നമ്മളെന്നും പറഞ്ഞ് അവളങ്ങ് ചത്ത് കിടക്കുക. അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകണ്ടേ? ഞങ്ങളൊന്ന് പെരുന്നാൾ കമ്മിറ്റി കൂടാനായിട്ട്. ആയിക്കോട്ടെ, ശരി ശരിയാടാ. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛാ, ചാരിറ്റിയുടെ കാര്യം മറക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും ഫണ്ട് ചെയ്യണേ. നീ അത് എത്ര നിങ്ങൾ പറഞ്ഞാൽ മതി. ഓ ശരി, ഞാനങ്ങ് തന്നേക്കാം. മെമ്പറിനെ കാണാൻ നിൽക്കുമായിരുന്നു. ആ പ്രാന്തനാണെങ്കിൽ വന്ന് എൻ്റെ കടയുടെ മുമ്പിലാണ് നാട്ടിച്ചേട്ട് പോകുന്നത്. മെമ്പർ അവനെ നാട് കടത്തണം. നാട് കടത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അല്ല, അടുത്ത പ്രാവശ്യം വോട്ട് ചോദിക്കാൻ അങ്ങോട്ട് വാ. അപ്പം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കൊച്ചുമോൻ സാർ കാണണം പറഞ്ഞു. മെമ്പറേ, ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഓ, അച്ഛന് വലിയ മാറ്റമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. ആണോ? എന്നാ അച്ഛന്റെ ചികിത്സക്ക് ഈ പൈസ വെച്ചോ. വേണ്ട, അച്ഛനെ വേണ്ടപ്പെട്ട. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാനെന്നാ പോട്ടെ. അങ്ങനെ ആവട്ടെ. ശരി. ദിവാര, ഈ കാശ് ദിവാരം വെച്ചോ. പണം കൊണ്ടൊന്നും ഭേദാകുന്ന അസുഖമല്ല എൻ്റെ അച്ഛൻ്റേത്. ഈ കാശ് കൊണ്ടേ ഇവിടെ അലഞ്ഞു തിരിയുന്ന വാസു കേട്ടനില്ലേ, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലും അതാണ് എൻ്റെ സന്തോഷം. എന്താടാ ദീപു, ഒന്ന് ചുമ്മാ നാണം പോലും. അങ്ങനെ എത്ര പെട്ടെന്ന് വന്നോ? ഞാൻ ഇവിടെ വിളിക്കാം. എന്താടി ഈ വാതിൽ തുറക്കാൻ എത്ര താമസം? ചേട്ടനല്ലേ 10:30 വരുവുള്ളെന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ഇച്ചിരി നേരത്തെ തീർന്നു, അതുകൊണ്ട് നേരത്തെ പോന്നു. നീ ഒരു ചായട്ടെ. ചേട്ടൻ എന്നാ കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ആരടി അത്? ആരാണോ നീ? ഞാൻ
ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഫാദർ കാണണമെന്ന് പറഞ്ഞിരുന്നല്ലോ. വരട്ടെ, നിക്ക്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരാൾ കൂടെ വരാനുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും പരിശ്രമത്തിന് ഒരു സല്യൂട്ട്. വേറൊന്നുമല്ല, നമ്മുടെ വാസുവേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഭഗവാനെ, അങ്ങേരെ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതെല്ലാവരും അംഗീകരിച്ചു. മാത്രമല്ല, അതിനുവേണ്ടി ഒരു ഫണ്ടും അനുവദിച്ചു. സമാധാനമായി. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഞാനിത് പലതവണ പഞ്ചായത്തിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭ്രാന്തന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇത്ര താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ച് പലരും എന്നെ പിന്തിരിപ്പിച്ചു. എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണത്? അവരെല്ലാം നാളെ രാവിലെ ഇവിടെ എത്തും. അതിനു മുമ്പ് അങ്ങേരുടെ മുടിയെല്ലാം വെട്ടി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കേണ്ടതുണ്ട്. അതാണ് ശരി. ബൈസ്റ്റാൻഡറായി വാസുവേട്ടൻ്റെ നാട്ടുകാരൻ സുരേഷിനെ വിളിക്കാം. പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ആ അച്ചോ, എന്താ ഇവിടെ ഒരു കൂടിയാലോചന? വാസുവേട്ടൻ്റെ ചികിത്സയുടെ കാര്യമൊന്ന്. ഓ, ഒരു ഭ്രാന്തിന് വേണ്ടി എല്ലാവരും കൂടിയേക്കുക. നമുക്കെന്തെങ്കിലും ആവശ്യം വന്നപ്പോഴത്തേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഇല്ല, ഒരു മഹിളാ സമാജം പ്രസിഡന്റും ഇല്ല. ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിയേക്കുക. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. എല്ലാം പറഞ്ഞ പോലെ. ശരി, എന്നാ ആയിക്കോട്ടെ. 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 വാസുവേട്ടന് വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചില്ല. ഇനിയുള്ള മാർഗം നാളെ ബംഗാളി എത്തും. ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞ പണം റെഡിയാക്കിക്കൊള്ളാം. ഇന്ന് രാത്രി മണർകാട് പഞ്ചായത്തിന് മുന്നിലുള്ള ATM. നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറണം. ഞാൻ പരിസരം വീക്ഷിക്കാൻ പുറത്തുണ്ടാവും. ഈ മൊബൈൽ കയ്യിൽ വെച്ചോ. ഇതൊരു ഹിന്ദിക്കാരൻ്റെയാണ്. നിങ്ങൾ ATM തകർത്ത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇത് അവിടെ ഉപേക്ഷിക്കണം. യാതൊരു കാരണവശാലും നമ്മുടേതായ ഒരു എവിഡൻസും അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. ഓക്കെ? ഓ, ഇതൊരു പണ്ടാരം.